ദാ വാക്ക് പറഞ്ഞാൽ വാക്കാണ്. സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തിരുന്ന ഒരു ഉറപ്പാണ്. പുറത്തു പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്കുള്ള DA കുടിശ്ശിക മുഴുവൻ തന്നു തീർത്തിരിക്കും. അക്കാര്യത്തിൽ ഉത്തരവായി കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ബജറ്റിൽ അവർക്ക് കൊടുത്തൊരു ഉറപ്പാണ് അഷ്വേർഡ് പെൻഷൻ ഈ സർക്കാർ നൽകിയിരിക്കും എന്നുള്ളത്. അതായത് UDF ഭരണകാലത്ത് എടുത്തൊരു തീരുമാനമാണ് സർക്കാർ ജീവനക്കാർക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷൻ. കോൺട്രിബ്യൂട്ടറി പെൻഷൻ പ്രകാരം മിനിമം പെൻഷൻ കിട്ടാത്തൊരവസ്ഥ സർക്കാർ ജീവനക്കാർക്കുണ്ടായിരുന്നു. വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അവർക്ക് നാഷണൽ പെൻഷൻ സ്കീമിൽ നിന്ന് മാറി അഷ്വേർഡ് പെൻഷൻ ഉറപ്പാക്കുമെന്ന് ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപനം നടത്തിയത്. അതിന് പിന്നാലെ ഉത്തരവായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് സർക്കാർ പുറത്തിറക്കിയ കുറിപ്പുണ്ട്. അതിലെ വിവരങ്ങൾ നിങ്ങൾ അറിയണം. കാര്യം ഇതൊന്നും മാധ്യമങ്ങൾക്ക് വാർത്തയല്ലല്ലോ. പുതിയ അഷ്വേർഡ് പെൻഷനെ കുറിച്ച് കേരള ഗവൺമെന്റ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെ: സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അഷ്വേർഡ് പെൻഷൻ ഉറപ്പാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവായി. നാഷണൽ പെൻഷൻ സ്കീമിന് പകരമായി അഷ്വേർഡ് പെൻഷൻ സ്കീം കൊണ്ടുവരുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് മിനിമം പെൻഷൻ ഉറപ്പാക്കുന്ന അഷ്വേർഡ് പെൻഷൻ സ്കീം 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് ഉത്തരവിറക്കിയത്. 2026 ഏപ്രിൽ 1 മുതൽ സർവീസിൽ പ്രവേശിക്കുന്നവർക്ക് അഷ്വേർഡ് പെൻഷൻ സ്കീമോ നാഷണൽ പെൻഷൻ സ്കീമോ തിരഞ്ഞെടുക്കാം. നിലവിൽ നാഷണൽ പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവനക്കാർക്ക് അഷ്വേർഡ് പെൻഷൻ സ്കീം തിരഞ്ഞെടുക്കാനും അവസരമുണ്ട്. വിരമിക്കുന്ന സമയത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% അഷ്വേർഡ് പെൻഷൻ സ്കീമിലെ പരമാവധി പെൻഷൻ തുക. ഇത് സംസ്ഥാന സർക്കാർ അനുവദിച്ചുള്ള ശമ്പള സ്കെയിൽ അടിസ്ഥാനമാക്കിയായിരിക്കും കണക്ക് കൂട്ടുക. ക്ഷാമാശ്വാസവും ഇതിനോടൊപ്പം ഉണ്ടാകും. പരമാവധി പെൻഷൻ ലഭിക്കുന്നതിന് 30 വർഷത്തെ സേവനം പൂർത്തിയായിരിക്കണം. പദ്ധതിയുടെ എല്ലാ വിശദാംശങ്ങളും അടങ്ങിയ ഉത്തരവുകൾ പ്രത്യേകമായി ഇറക്കും. ഇതാണ് സർക്കാരിന്റെ വാർത്താക്കുറിപ്പ്. ഇതിലൂടെ സർക്കാർ ജീവനക്കാർ ഏറെ കാലമായി ആവശ്യപ്പെട്ടിരുന്ന കോൺട്രിബ്യൂട്ടറി പെൻഷന് പകരമായി മിനിമം പെൻഷൻ ഉറപ്പാക്കുന്ന അവസ്ഥയിലേക്കുള്ള തീരുമാനം കൈക്കൊള്ളുമ്പോൾ സർക്കാർ ജീവനക്കാരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ സർക്കാർ കാലാവധി പൂർത്തീകരിക്കുന്നത്. നേരത്തെ ഉറപ്പുകളെല്ലാം പാലിച്ചുകൊണ്ടും GST വന്നതോടുകൂടി വന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ മുടങ്ങിപ്പോയ DA ഉറപ്പായും തരുമെന്നുള്ള വാക്കും പാലിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ അവർ ഏറെക്കാലമായി ഉന്നയിച്ച അഷ്വേർഡ് പെൻഷൻ ആ സ്കീമും കൂടി നടപ്പാക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ ഈ സർക്കാർ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. വാക്കാണ് ഉറപ്പ് എന്ന് പറയുന്നതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് സർക്കാർ ജീവനക്കാർക്കായി ഏറ്റവും മഹത്തരമായിട്ടുള്ള അഷ്വേർഡ് പെൻഷൻ സ്കീം കൂടി നടപ്പാക്കുന്നത്.